നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നൂർനാട് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി തങ്കച്ചൻ പീറ്റർ ആണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ തങ്കച്ചൻ പീറ്റർ. കിടങ്ങയം 7-ാം വാർഡിൽ നിന്നും ഞാൻ UDFന്റെ സാരഥിയായി മത്സരിക്കുകയാണ്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കുകയും ചെയ്യണം. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം എന്നും കാണുമെന്ന ഒരു പാഴ്വാക്ക് പോലെ ഒരു കാര്യം പറയുകയല്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ പ്രസ്ഥാനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇതിലൂടെ ഞാൻ വിജയിച്ചു വന്നാൽ എൻ്റെ അടുക്കൽ വരുന്നതിനോ കാര്യങ്ങൾ സാധിക്കുന്നതിനോ ഒരിക്കലും മറ്റൊരു ഓഫീസ് കയറേണ്ടതായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിജയിച്ചാൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഏതൊരു കാര്യത്തിനും ഏതൊരു സമയത്തും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. ഞാൻ അനിൽ നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ വാർഡിലാണ് എനിക്ക് വോട്ടുള്ളത്. ഈ നാട്ടിലെ രോഗികളുടെയും അശരണരുടെയും അത്താണിയും പ്രതീക്ഷയുമാണ് തങ്കച്ചൻ പീറ്റർ. ഈ നാടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ഇടപെടുകയും ഈ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങളിൽ മുൻപന്തിൽ നിൽക്കുകയും ചെയ്യുന്ന തങ്കച്ചൻ പീറ്റർ തീർച്ചയായും നമുക്ക് ഒരു അസറ്റാണ്. അദ്ദേഹം ഈ വാർഡിനെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ അത് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാർക്കും അനുഭവവേദ്യമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തങ്കച്ചൻ പീറ്റർ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഈ വാർഡിലെ മെമ്പറോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളും മറ്റാനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എപ്പോഴും മുൻപിലായിരുന്നു തങ്കച്ചൻ പീറ്റർ. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വാർഡിലെ സ്ഥാനാർത്ഥി ഇതുപോലെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ തങ്കച്ചൻ പീറ്റർ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയോടൊപ്പം ഈ വാർഡിലെ മെമ്പറോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആളുകൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. പ്രളയകാലത്തായാലും കോവിഡിൻ്റെ കാലത്തായാലും നമ്മളൊക്കെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ് തങ്കച്ചൻ പീറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. കോവിഡിൻ്റെ സമയത്ത് രോഗികൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ നൽകുന്നതിലും കോവിഡ് രോഗം ബാധിച്ച് മരിച്ച ആളുകളുടെ ശവസംസ്കാരങ്ങൾ നടത്തുന്നതിലും ഈ കോട്ടുമൊക്കെ ധരിച്ച് നമ്മൾ പല ചിത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് തങ്കച്ചൻ. അദ്ദേഹം മണ്ണിൽ ഉറച്ചു നിന്ന് മണ്ണിലെ ആളുകളുമായി സംവദിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഒരു വൈറ്റ് കോളർ രാഷ്ട്രീയക്കാരനായിട്ട് ഞങ്ങൾ ഒരിക്കലും തങ്കച്ചൻ പീറ്ററിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ തങ്കച്ചൻ പീറ്ററിന് നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. അതേപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ദിലീപ്, അദ്ദേഹത്തിനും കൈപ്പത്തി ചിഹ്നമാണ്. അദ്ദേഹത്തിനെയും കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. ജില്ലയിലേക്ക് മത്സരിക്കുന്നത് ശ്രീ അമൃതേശ്വരനാണ്. അദ്ദേഹം RSPയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം മൺവെട്ടി മൺകോരിയാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന താഴ്മയായി അപേക്ഷിക്കുന്നു. നമസ്കാരം. കിടങ്ങയം കരയിലെ വോട്ടർമാരെ, നൂർനാട് ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡ് കിടങ്ങയത്ത് നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തങ്കച്ചൻ പീറ്ററിനെ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 2015-2020 കാലഘട്ടത്തിൽ നമ്മളെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾക്കാരിൽ ആണ് മുൻ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളുടെ കിടങ്ങയത്തുണ്ടായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി ആരും അറിയാതെ വാട്ടർ അതോറിറ്റി അത് ലോക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത്. ഏറ്റവും കിടങ്ങയത്തിന് പ്രയോജനകരമായിരുന്ന ഈ കുടിവെള്ള പദ്ധതി അന്നത്തെ മെമ്പർ വിചാരിച്ചായിരുന്നെങ്കിൽ ഇവിടെ നിലനിർത്തുവാൻ സാധിക്കുമായിരുന്നു. കാരണം കിടങ്ങയത്തിന് മാത്രമായിട്ട് ഈ കുടിവെള്ള പദ്ധതി
അനുവദിപ്പിക്കുവാൻ അതിനു വേണ്ട കാര്യങ്ങൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുകയും അതുവഴി ആ കുടിവെള്ള പദ്ധതി ഇവിടെ നിലനിർത്തുവാനും സാധിക്കുമായിരുന്നു. പാറ്റൂർ കുടിവെള്ള പദ്ധതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കറിയാം, ഇപ്പോൾ പാറ്റൂരിൽ നിന്ന് കിട്ടുന്ന വെള്ളം പശുവിനെ കുളിപ്പിക്കാൻ പോലും കൊള്ളാത്ത തരത്തിലുള്ള വെള്ളങ്ങളാണ് മനുഷ്യൻ കുടിക്കുന്നത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഫിഷറീസിന്റെ ധാരാളം റോഡുകൾ ഈ വാർഡിൽ വന്നിട്ടുണ്ട്. അതെല്ലാം 2010, 2015 കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ആശാൻമുക്ക് ഏലിയാസങ്ങർ റോഡ്, വിശ്വഭവനം കൊടുക്കല്ലക്കുളം റോഡ്, വടക്കർത്താവ് ക്ഷേത്രത്തിന് വടക്ക് നിന്നും വടക്കുവശം കൂടി കൈപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ടാറിങ് ചെയ്ത്, അതുപോലെ തന്നെ പ്ലാവിളയിൽ തെക്കേ മുക്ക് മുതൽ കിഴക്കോട്ടുള്ള ഭാഗം സിംഗിൾ ഫേസ് ലൈനായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് 2020, 2025 മെമ്പർ ശ്രീ ശൈലജ സുരേഷ് KSCBയിൽ മാവേലിക്കര ഡിവിഷൻ ഓഫീസിൽ ലെറ്റർ കൊടുത്ത പ്രകാരം ആ പ്രദേശത്തുണ്ടായിരുന്ന സിംഗിൾ ഫേസ് ലൈൻ മാറ്റി 450 മീറ്ററോളം ഏകദേശം 6-7 പോസ്റ്റ് ഇട്ട് 3 ഫേസ് ലൈൻ വലിച്ച് ആ ഭാഗത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലജ സുരേഷ്. 2020-2025 വർഷത്തെ 6-ാം വാർഡ് മെമ്പറാണ്. കിടങ്ങയത്തെ 6-ാം വാർഡ് മെമ്പറാണ് ഞാൻ. എന്നെ കിടങ്ങയത്തുള്ളവർക്ക് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യകതയില്ല. കാര്യം, നിങ്ങളോടൊപ്പം ഈ 5 വർഷം നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വാർഡ് മെമ്പറാണ് ഞാൻ. ഇത്തവണ, അതായത് ഈ 2025-2030 കാലയളവിലേക്ക് നമ്മൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിയെയും എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. നമ്മളോടൊപ്പം നിന്ന് നമ്മളോടെല്ലാം സുപരിചിതനായിട്ടുള്ള എൻ്റെ എല്ലാ വാർഡിലേക്ക് വേണ്ടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. കാര്യം, ജനക്ഷേമ പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവർത്തനമാണെങ്കിലും മതവിശ്വാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാത്തിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തങ്കച്ചൻ പീറ്റർ. ആ തങ്കച്ചൻ പീറ്ററിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൻ്റെ വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തങ്കച്ചൻ പീറ്ററിനെയും സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ശൈലജ സുരേഷ് എന്ന ഈ മെമ്പർ വാർഡിലെ ഓരോ വീടും, അതായത് എല്ലാ വീടും ഒരേപോലെ കണ്ട് ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു ജാതി മത ഭേദമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭേദമോ ഒന്നും തന്നെ നോക്കാതെ ഒരേപോലെ നിങ്ങളെ ചേർത്ത് നിർത്തി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത് സധൈര്യം അഭിമാനത്തോടു കൂടി എനിക്ക് പറയുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ഒരു ടേമിൽ 2020-2025 ടേമിൽ ഏകദേശം നമ്മുടെ 6-ാം വാർഡിലേക്ക് ഞാനൊരു പ്രതിപക്ഷ മെമ്പർ ആയിട്ട് പോലും എനിക്കൊരു 3 കോടി രൂപ ചെലവാക്കി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് അഭിമാന പുരസ്സരം പറയാൻ കഴിയുന്നത്. കാര്യം, ഏകദേശം 75 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഞാൻ 16 റോഡുകൾ ഇതിനോടകം ചെയ്തിരിക്കുന്നത്. ഞാൻ വികസന പ്രവർത്തന രംഗത്ത്, അതായത് 75 ലക്ഷം മുടക്കിയാണ് നമ്മുടെ റോഡുകൾ ഇവിടെ നവീകരിച്ചിരിക്കുന്നത്. 16 റോഡുകൾ, അതുപോലെ തന്നെ അംഗൻവാടി ചുറ്റുമതിൽ, അതുപോലെ തന്നെ പിച്ചിങ് കെട്ട്, ഓട നിർമ്മാണം, റീടാറിങ്, പുതിയതായിട്ടുള്ള കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള വർക്കുകളാണ് ഈ 75 ലക്ഷത്തിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വാർഡിലേക്ക് ഞാൻ നേടിക്കൊടുത്തത് 26 വീടുകളാണ്.
അത് ലൈഫ് മിഷന്റെയും അതുപോലെ തന്നെ PMAYയുടെയും ചിറ്റിലപ്പള്ളി എന്നീ വിവിധ പദ്ധതികളിലൂടെ 26 വീട് നിർമ്മിക്കാനുള്ള അനുമതി വാങ്ങിച്ചെടുക്കുകയും അതിലൂടെ നമുക്ക് ചിലവാക്കേണ്ടി വന്നത് 1,19,30,000 രൂപയാണ്. ഇത്രയും എൻ്റെ വാർഡിലേക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചു. അതൊരു മഹാകാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ട്രീറ്റ് മെയിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സ്ട്രീറ്റ് മെയിൻ പദ്ധതി അത് 6-ാം വാർഡിൽ നടപ്പിലാക്കി. അത് വികസനമല്ലേ? ഓരോ പോസ്റ്റിനും ഓരോ ബൾബ് വീതം അനേകം പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ നിന്ന ടൈമിൽ 5000 മീറ്ററോളം സ്ട്രീറ്റ് മെയിൻ വലിച്ച് സമ്പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് മെയിൻ പദ്ധതി നടപ്പിലാക്കിയ ഒരു വാർഡാണ് കിടങ്ങയം വാർഡ്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കുടിവെള്ളം എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. കുടിവെള്ളം നല്ലൊരു ജലസേചന പദ്ധതി, ജലസംഭരണി നമ്മുടെ വാർഡിൽ ഉണ്ടായിരുന്നു. അത് ആരും അറിയാതെ തന്നെ അത് എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞ് ജലജീവൻ മിഷൻ പദ്ധതി ഉപയോഗിച്ച് നമ്മൾ മുഴുവൻ വീടുകൾക്കും ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും 100% നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കുവാൻ സാധിച്ചു എന്നതിലും വളരെ അഭിമാനമാണ്. അതുപോലെ തന്നെ പൊതു റോഡുകളിൽ മെയിൻ പൈപ്പുകൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ മെയിൻ 300ഓളം മീറ്റർ അളവിൽ നമുക്ക് പൈപ്പ് ലൈൻ ഇടുവാനും സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ സമ്പൂർണത കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചു. അതും നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 62-ാം നമ്പർ അംഗൻവാടി ഒരു പൊതുസ്ഥാപനം എന്നുള്ളത് നമുക്ക് ഈ 62-ാം നമ്പർ അംഗൻവാടി തന്നെയാണ്. ആ അംഗൻവാടിക്കും നമ്മളിരുന്ന ടീമിൽ ALMC അംഗങ്ങളുടെ സഹായത്തോടുകൂടി നമുക്കവിടെ വാട്ടർ ടാങ്കും അതുപോലെ തന്നെ പതാക ഉയർത്തുവാനുള്ള സ്റ്റാൻഡ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന അംഗൻവാടി കിച്ചണിലേക്ക് വേണ്ടുന്ന പല സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചു. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലൂടെയും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും അതാത് കരങ്ങളിൽ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ഈ പ്രവൃത്തിയിൽ എനിക്ക് ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നത്. നാളിതുവരെ അതായത് കിടങ്ങയം വാർഡിൽ ഏകദേശം 35 കുടുംബങ്ങളോളം SC കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളിൽ ഇന്നേ വരെ ഒരു പഠനമുറികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കൊടുക്കുവാൻ ഇതിനു മുന്നുള്ള ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ഈ ടൈമിൽ മാത്രമാണ് 6-ാം വാർഡിൽ പഠനമുറികളും അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിലും BSc തലത്തിലും ഡിപ്ലോമ തലത്തിലും IT തലത്തിലും പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഞാൻ അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകി. ഈ സ്കോളർഷിപ്പുകൾ അവരുടെ കൈകളിൽ എത്തിയത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ എൻ്റെ വാർഡിലേക്ക് 10 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്യുവാൻ എനിക്ക് സാധിച്ചത്. അതായത് 5 SC കുട്ടികൾക്കും 5 മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ഇത് കൊടുക്കുവാൻ സാധിച്ചു. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എനിക്ക് ഈ വാർഡ് അതായത് A to Z വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ വാർഡിലേക്ക് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വാർഡിലുള്ള ഓരോ കുടുംബങ്ങൾക്കും അറിയാം, ഒന്നല്ലെങ്കിൽ പല വിധത്തിൽ എൻ്റെ പഞ്ചായത്തിൽ നിന്നുമുള്ള സഹായങ്ങൾ ഈ വാർഡ് മെമ്പർ വാങ്ങിച്ചു കൊടുത്തു എന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം തന്നെയാണ്, ഒരു ജനക്ഷേമ പ്രവർത്തനം തന്നെയാണ് ഈ വാർഡിൽ നടന്നത്. തുടർന്നും ഈ ഭരണം ഇതേപോലെ തന്നെ നിലനിർത്താൻ എൻ്റെ വോട്ടർമാര് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികാരത്തിനും പദവിക്കും വേണ്ടി നിൽക്കുന്ന ഒരാളെ അല്ല നമുക്കാവശ്യം. നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളുടെ കഷ്ടതകളും നമ്മളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു വ്യക്തിയാണ് നമുക്കാവശ്യം. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന തങ്കച്ചൻ പീറ്ററിനെയും ധാരാളം, അതായത് പറയാൻ പറ്റത്തില്ല, ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ജോസഫ് ആൻ്റണി. ഞാൻ കിടങ്ങയം വാർഡ് പ്രസിഡൻ്റാണ്. എനിക്ക് പറയാനുള്ളത്, തങ്കച്ചൻ പീറ്റർ എന്ന് പറയുന്ന ഈ വ്യക്തി കൊറോണയുടെ സമയത്താണെങ്കിലും മഹാമാരി വന്നപ്പോഴും എല്ലാ കാര്യങ്ങളും ഓരോ കാര്യത്തിലും നമ്മളോട് കൂടെ
എല്ലാം ജാതിമത ഭേദമന്യേ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന തങ്കച്ചൻ പീറ്റർ എന്ന ഈ ഈ ഈ തങ്കച്ചൻ പീറ്ററിനെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നും നമ്മോട് കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമ്മുടെ കൂടെയുള്ള തങ്കച്ചൻ പീറ്ററിനെ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.